റൂൾ നമ്പർ 3, നമ്മുടെ ഒരു തോണിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ് വിജയവും പരാജയവും എന്ന ഒരു ബോധ്യമുണ്ടാകണം. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് തോറ്റുപോയെന്ന് വരാം, ജയിച്ചെന്ന് വരാം. മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും തോൽവിയെ നിർവചിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് തോൽവിയും പരാജയവും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തോറ്റുപോയാൽ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്ക് കുറച്ചുകൂടി ഷാർപ്പൻ ചെയ്ത് പഠിക്കാൻ കിട്ടിയ ഒരു അവസരത്തെ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കാൻ കിട്ടിയ മറ്റാർക്കും കിട്ടാത്ത ഒരവസരമാണ് എന്നതാണ്. ചിലപ്പോൾ മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളുമൊക്കെ ഒരുപക്ഷെ നമുക്ക് നഷ്ടമായും വരാം. അത് നഷ്ടമല്ല, നമുക്ക് ലേൺ ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ യാത്രക്കിടയിൽ ജയവും പരാജയവും യാത്ര ചെയ്യുമ്പോൾ ജയം എപ്പോൾ വേണമെങ്കിലും പരാജിതനാവാം. ഈ പരാജിതനായവൻ എന്ന് പറയുന്നയാൾ എപ്പോൾ വേണമെങ്കിലും ജയിക്കാൻ പറ്റും. പലപ്പോഴും പറയാറുണ്ട് ഓരോ പരാജയങ്ങളും വിജയത്തിലേക്കുള്ള പടികളാണ് എന്ന്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഒന്നിച്ച് നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന രണ്ട് യാത്രക്കാർ തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ സീറ്റിലേക്ക് ഈ പരാജയപ്പെട്ടവന് കയറാം, ജയിച്ചവന് ഇറങ്ങിക്കൊടുക്കേണ്ടതായി വരും. അതുകൊണ്ട് ജയവും പരാജയവും നമ്മളോടൊപ്പം ഉള്ളതാണ്, നമ്മളുടെ ജീവിതയാത്രകളിൽ നമ്മുടെ കൂടെ ഉള്ളതാണ് എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക.